ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ച് കാലമായിട്ട് നമ്മൾ കേൾക്കുന്നൊരു വാഹനമാണ് ടാറ്റയുടെ പുതിയ സിയറ EV. ഇത് കഴിഞ്ഞ വർഷമാണ് അവർ സിയറയുടെ പെട്രോൾ, അതുപോലെ ഡീസൽ, പിന്നെ എണ്ണ പെട്രോൾ അങ്ങനെ കുറേ വേർഷൻസ് ഇറക്കിയത്. അത് കഴിഞ്ഞിട്ട് ഇതിന് ഹൈബ്രിഡ് വരുന്നതിനെ പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. CNG വണ്ടി ഇപ്പം ഒരു എമിഷൻ ടെസ്റ്റിംഗ് എക്യുപ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. CNG തന്നെയാണെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷേ എമിഷൻ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ് വെക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ CNG ആയിരിക്കണം. വേറൊന്നും ഇല്ല ഓപ്ഷനായിട്ട്. അല്ലെ പിന്നെ ഹൈബ്രിഡും ആവാം. ഏതായാലും അതിൻ്റെ ഒന്നും ടീസേഴ്സോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ലോഞ്ച് ഡേറ്റോ ഒന്നും നമുക്കിതുവരെ അറിയില്ല. എങ്കിലും ഇതിൻ്റെ ഇലക്ട്രിക് മോഡലിലെ ലോഞ്ച് ഡേറ്റ് അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 30-നാണ് ഈ വാഹനം അവരിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ജൂൺ 30-ന് പ്രൈസ് വരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. മിക്കവാറും ടാറ്റ ആയതുകൊണ്ട് റിവീലായിരിക്കും, അല്ലെങ്കിൽ അവർ അതിന് മുന്നേ വണ്ടി മൊത്തമായിട്ട് റിവീൽ ചെയ്യണം. ജസ്റ്റ് ഒരു ടീസറിൻ്റെ അകത്ത് അവർ വണ്ടി മൊത്തത്തിലൊന്ന് ഡാർക്കായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ടുള്ള റെൻഡേഴ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കിതിൻ്റെ അകത്ത് മറ്റേ നോർമൽ പെട്രോൾ ഡീസൽ വണ്ടി, അതായത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുള്ള വണ്ടിയിൽ വരുന്ന പോലെ DRLസിൻ്റെയും അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെയും കവർ ചെയ്തിരിക്കുന്ന ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് ഉണ്ടാവില്ല. അതിന് പകരം അത് ബോഡി കളർഡായിട്ടായിരിക്കും അവർ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ പുതിയ ടിയാഗോ EVയുടെ ഫേസ് ലിഫ്റ്റ് എന്ന് അവർ ജനറേഷൻ അപ്ഡേറ്റ് എന്ന് വിളിക്കുന്നു. പക്ഷേ എന്തായാലും ആ വണ്ടിയിലൊക്കെ കണ്ടതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തും ബോഡി കളറായിട്ടുള്ളൊരു ഫിനിഷാണ് മൊത്തത്തിൽ ഫ്രണ്ട് ഡിസൈനിൽ അവർ ഉദ്ദേശിക്കുന്നത്. പണ്ട് അവർ കാണിച്ചിട്ടുള്ള ഇലക്ട്രിക് വണ്ടി, അതായത് സിയറയുടെ EVയിൽ നമുക്ക് താഴത്ത് ഒരു ഗ്ലോസി ബ്ലാക്ക് കുറച്ചധികം ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ടീസ് ചെയ്തിരിക്കുന്ന വണ്ടിയിൽ താഴത്തും ഒരുപാട് ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് നമുക്ക് ബമ്പറിൻ്റെ ഒരു ചെറിയ പോർഷനിൽ മാത്രമേ ബ്ലാക്ക് അവർ കൊടുത്തിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നോർമൽ സിയറയിൽ ക്ലാഡിങ്ങും സാധനങ്ങളെല്ലാം ഗ്ലോസി ബ്ലാക്ക് ആയിരുന്നു. ഈ വണ്ടിയിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന നമ്മുടെ റെൻഡേഴ്സിൻ്റെ അകത്തൊന്നും ഗ്ലോസി ബ്ലാക്ക് അല്ല. സോ അതെന്തായാലും ഒറിജിനൽ വണ്ടി വരുമ്പോൾ ഗ്ലോസി ബ്ലാക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മുന്നേ നമുക്ക് കോൺസെപ്റ്റ് സിയറ വന്ന സമയത്ത് ഈ ഒരു ഡിസൈനിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. ഏകദേശം ഇതുപോലൊക്കെ തന്നെ അവർ റിയൽ പ്രൊഡക്ഷൻ സ്പെക്ക് വണ്ടി വന്നപ്പോൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. EV വരുമ്പോഴാണെങ്കിലും നമുക്ക് മെയിനായിട്ട് ഫ്രണ്ടിലത്തെ ഡിസൈനും ആണ് വ്യത്യാസം വരാൻ പോകുന്നത്. സൈഡിലൊക്കെ അവർ മറ്റേ അലോയ്സിൻ്റെ ഡിസൈൻ ചെറുതായിട്ടൊന്ന് മാറ്റും. നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എയറോ ക്യാപ്സ് ഇടുമായിരിക്കും. ബാക്കിലെ ഡിസൈനിൽ എനിക്ക് തോന്നുന്നില്ല അധികം വ്യത്യാസം വരുന്നു. കാരണം ഓൾറെഡി ഇതിൻ്റെ അകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഒരു ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കണക്റ്റഡ് ലൈറ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് താഴത്തായിട്ട് ബമ്പറിൽ ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ EV വരുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ മാത്രം പ്രത്യേകിച്ചൊന്നുമില്ല. സോ അതാണ് ഡിസൈനിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി പവർ ട്രെയിൻ അതുപോലെ ബാക്കി ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേയൊക്കെ ഹാരിയർ EVയുടെ പവർ ട്രെയിനായിട്ട് സിമിലർ ആയിരിക്കും. ഈ വണ്ടിയും സ്റ്റാൻഡേർഡ് കൺഫിഗറേഷനിൽ നമുക്ക് റിയർ വീൽ ഡ്രൈവ് ആയിട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്, ഹാരിയർ EV പോലെ തന്നെ. പക്ഷേ അത് കഴിഞ്ഞ് ടോപ്പ് വേരിയൻസിലേക്ക് പോകുകയാണെങ്കിൽ ഓൾ വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷനും ഉറപ്പായിട്ടും ഉണ്ടാവും. ഇത് ടാറ്റ ഈ വണ്ടിയുടെ IC മോഡൽസ് ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഇലക്ട്രിക് ഓൾ വീൽ ഡ്രൈവ് അല്ലാതെ നമുക്ക് പെട്രോളിലും ഓൾ വീൽ ഡ്രൈവ് വരും എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്തായാലും ഇപ്പോൾ പുതിയ ഇൻഫർമേഷൻ ഒന്നും ഇല്ല. പക്ഷേ എനിവേ ഇലക്ട്രിക്കലെങ്കിലും ഒരു ഓൾ വീൽ ഡ്രൈവ് കൊടുക്കുന്നുണ്ടല്ലോ, അതാണ് നമുക്ക് ആകെപ്പാടെ പറയാൻ പറ്റുന്നത്. പിന്നെ ഇവർ ഇതിനൊരു ലെജൻഡറി വണ്ടിയായിട്ട് തന്നെയാണ് കാണുന്നത്. പണ്ട് സിയറ അത്ര ഹിറ്റൊന്നും അല്ലായിരുന്നു. അവരിപ്പോൾ പുതിയതായിട്ട് അതിൻ്റെ പേര് തിരിച്ചു കൊണ്ടുവന്നപ്പം ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു മറ്റേ സ്റ്റൈലിംഗ് എലമെൻറ്റ്സ് ഒക്കെ പിടിച്ചിട്ട് ആ ഒരു രീതിയിലാണ് വണ്ടി അവർ ഇറക്കുന്നത്. പക്ഷേ പണ്ട് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അത് റിയർ വീൽ ഡ്രൈവ് ആയിരുന്നു. ഈ വണ്ടി നമുക്കിപ്പോൾ നോർമലി കിട്ടുന്നതെല്ലാം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. നോർമൽ വണ്ടിയിൽ ഓൾ വീൽ ഡ്രൈവും ഇല്ല. ഇനി അതൊക്കെ പോട്ടെ, ഇൻറ്റീരിയറിനകത്ത് നമുക്ക് ഇതിപ്പോൾ പഴയ വണ്ടിയുടെ കോൺസെപ്റ്റിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണ്. അതുകൊണ്ടാണ് 3 സ്ക്രീൻ ഇല്ലാത്ത. 3 സ്ക്രീൻ എന്തായാലും പുതിയ വണ്ടി വരുമ്പം ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് ഉണ്ടാവും. ആൻഡ് ഡാഷ്ബോർഡ് ലേഔട്ട് ആണെങ്കിൽ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും. ഇലക്ട്രിക് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നുള്ളൂ. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ സിമിലർ ആയിരിക്കും. നമുക്ക് ഇൻഫോടൈം സ്ക്രീൻ 14.5 ഇഞ്ച് ചിലപ്പോൾ ആവാം. അതുപോലെ അതിൻ്റെ ARKit.tvയുടെ ഫീച്ചേഴ്സൊക്കെ കിട്ടാം. അതൊക്കെയാണ് നമുക്ക് പിന്നെയും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുള്ളത്. ഇനി ബാറ്ററി കേസിൻ്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹാരിയർ EVയിൽ ഇപ്പോൾ കിട്ടുന്ന 65-75 kWh ബാറ്ററി പാക്കാണ്. ഇത് തിയററ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാരിയർ EVയേക്കാൾ താഴെയാണ് ഇരിക്കേണ്ടത്, പ്രൈസ് കൊണ്ടും അതുപോലെ സൈസ്, ബാറ്ററി പാക്ക് എല്ലാത്തിൻ്റെ ഓപ്ഷൻസ് കൊണ്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 55 അല്ലെങ്കിൽ 60 kWh നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 70 kWh വരെയൊക്കെ ബാറ്ററിയുടെ സൈസ് പോവാം എന്ന് എക്സ്പെക്ട് ചെയ്യാം. ടാറ്റ യൂഷ്വലി ഒരു വണ്ടിയുടെ ബാറ്ററി പാക്ക് വേറൊരു വണ്ടിയിൽ ഉപയോഗിക്കാറില്ല. നമ്മളിപ്പം ഏറ്റവും താഴത്തുനിന്ന് വരുന്ന ടിയാഗോ തുടങ്ങുകയാണെങ്കിൽ 19.2 അതുപോലെ 24 ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ടിഗോറിൽ 26 kWh ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന നമ്മുടെ പഞ്ചാണെങ്കിൽ അതിൻ്റെ അകത്ത് 1340 ആണ്. നെക്സോൺ ആണെങ്കിൽ 45 ആണ്. അതിന് പിന്നെ കർവ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും 45ഉം 55 ആണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ കുറേ ബാറ്ററി പാക്ക് ടാറ്റ എല്ലാ വണ്ടികളിലും അവതരിപ്പിക്കാറുണ്ട്. ഈ വണ്ടിയുടെ കേസിലും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഹാരിയർ EVയുടെ തന്നെ ബാറ്ററി പാക്ക് എടുക്കാൻ അവർക്ക് പ്രത്യേകിച്ച് വലിയ ഓപ്ഷനൊന്നും ഇല്ല. ഇനി പവർ ഫിഗേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള സാധനങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ ഹാരിയർ EVയുടെ ഒക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ റിയർ വീൽ ഡ്രൈവ് ആണെങ്കിൽ ഏകദേശം ഒരു 200-220 bhpയും അതുപോലെ ഓൾ വീൽ ഡ്രൈവ് ആണെങ്കിൽ ഏകദേശം ഒരു 300 bhpയുടെ അടുത്തൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. അത് അത്യാവശ്യം നല്ല പവറാണ്. ഇപ്പോൾ ഹാരിയർ EVയുടെ തന്നെ ഓട്ടോക്കാറിൻ്റെ ഡ്രാഗ് റേസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 33rd-34th പൊസിഷനിൽ തന്നെയാണ് അവരുടെ ടോട്ടൽ ഡ്രാഗ് ടേബിളിൽ വന്നിരിക്കുന്നത്. നമ്മുടെ BMW 330 LIക്കാളൊക്കെ ഫാസ്റ്റാണ് ആ വണ്ടി. ഏകദേശം BRS 245ൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് വരും. സോ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് പവറിൻ്റെ കാര്യം, സ്ട്രേറ്റ് ലൈൻ സ്റ്റെബിലിറ്റി, അതുപോലെ നമുക്ക് 0 to 100 എത്താനുള്ള ടൈമിംഗ്, അതെല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും ഈ വണ്ടികളുടെ.
ഇനിയിപ്പോൾ പ്രൈസ് കൊണ്ട് ഈ വണ്ടിക്ക് B6 നല്ല രീതിയിൽ അണ്ടർ കട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം അതിനേക്കാൾ സൈസ് കൂടുതലാണ്, സ്പേസ് കൂടുതലാണ്, കയറുമ്പോൾ തലയിടിക്കുന്ന പ്രശ്നമൊന്നും ഈ വണ്ടിക്കില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ നല്ലൊരു വാല്യൂ ഫോർ മണി ചോയ്സ് ആയിട്ട് നമുക്കതിനെ പറയാം. സോ എന്താണ് നിങ്ങൾക്ക് Sierra EV പറ്റി പറയാനുള്ളത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്തേക്കാം. മിക്കവാറും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഇവർ പുതിയ ടീസർ ഇറക്കും, അതിൻ്റെ അകത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് ഇതിൻ്റെ അകത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ കുറ്റം പറയരുത്. എന്തായാലും ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാതെ ബാറ്ററി പവർ ടൂൺ അങ്ങനത്തെ സാധനങ്ങളൊന്നും അവർ കാണിക്കാൻ പോകുന്നില്ല. ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.